ഹലോ ഗൈസ്, എല്ലാവർക്കും പെൻസിൽ വാലിയയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം കേട്ടോ, ഞാനിപ്പോൾ ഉള്ളത് പെൻസിലാണ്. അപ്പോൾ അവിടുത്തെ കുറേ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്, അതായത് ലഞ്ച് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് തന്നെയാണോ ഇവർക്ക് പണി എന്നിട്ടാണ്, കാരണം ഒരുപാട് കമൻറ്റിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേങ്കിൽ നമ്മളിപ്പോൾ സമയം 2-2:30 ആയിട്ടുണ്ട്, ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡെൽവെയർ വാട്ടർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ടൗണിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കണത്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ബാക്കിൽ കാണാണേ അതിൻ്റെ മെയിനായിട്ടുള്ള ആ സിറ്റി. ഭയങ്കരമായ സിറ്റി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം വലിയൊരു സിറ്റി. അപ്പോൾ അതേ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബാക്കിൽ കുറേ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നടന്ന് ഏതാണ് നല്ലതെന്ന് നോക്കി അവിടെ കയറാട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണം, നല്ല വിശപ്പായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വൈകിട്ടാന്ന് തോന്നണം, 3:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. അപ്പോൾ ഏതാണ് നല്ല റെസ്റ്റോറൻറ്റ് നോക്കാം. കുറേ കാണുന്നുണ്ട്, അപ്പോൾ നമുക്ക് പറ്റിയ ഫുഡ് ആവണ്ടേ, അതാണ്. എന്തായാലും കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയൊന്നുമില്ല, ഉള്ളത് കഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നടക്കാട്ടോ, അതേ ബാക്കിലേക്ക്. അവരവിടെ എത്തി. അപ്പോൾ അതേ ഈ കാണാണ്ട ഈ ബിൽഡിങ്, അപ്പോൾ ഇതൊരു റെസ്റ്റോറൻ്റാണ്. എന്താ പറയുക, ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ബിൽഡിങ്ങാണ്, ഭയങ്കര പഴക്കം ചെന്നൊരു ബിൽഡിങ്. അപ്പോൾ അവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളത് അറിയാനായിട്ട് വഴിയില്ല, കാരണം ഇപ്പോൾ നെറ്റൊക്കെ ഭയങ്കര സ്ലോ അവിടെ വന്നപ്പോൾ. ഒരു ഹൈ റേഞ്ച് ഭാഗമെന്ന് തോന്നണം ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കിനി നടക്കാം. ദേ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഈ സൈഡിലൊക്കെ നിറച്ച ഓരോരോ റെസ്റ്റോറൻറ്റുകളൊക്കെ ആട്ടോ. വേണ്ട അവിടെയൊക്കെ ഇങ്ങനെ ആളുകൾ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ചെയറുകളൊക്കെ ഇട്ടേക്കണുണ്ടോ. അപ്പോൾ അതേ ആളുകൾ കയറി പോകണുണ്ടോ. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അവിടെ നിന്ന്. അപ്പോൾ അതേ നിസാറ് ആ റെസ്റ്റോറൻറ്റിലേക്ക് പോവാട്ടോ. നമുക്ക് പറ്റിയ മെനുവിൽ വല്ല ഫുഡ് ഉണ്ടോയെന്ന് അറിയാനായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ബിൽഡിങ് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല കേട്ടോ, അങ്ങനെ ലോഡ്ജ് ഉണ്ട് ഇതിൻ്റെ മേളിലായിട്ട്. അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഇങ്ങനെ വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ അങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബഹളങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറിയില്ല കേട്ടോ, കാരണം വെച്ചാൽ അവിടെ ഒരു പ്രത്യേകത ഒരു അറ്റ്മോസ്ഫിയറാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ കയറാനൊന്നും പറ്റില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. പിള്ളേരെയും കൊണ്ടൊക്കെ കയറിയാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ നടക്കണ വഴിയിൽ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻ്റ് ഉണ്ടോ നോക്കാം. ഇതൊക്കെ ഓരോരോ വീടുകളാണ് തോന്നുന്നത്. കൊള്ളാല്ലേ, നല്ല രസം. ഓറഞ്ച് കളറിലെ പൂവ്. അതെ, മ്യൂസിയം ആൻഡ് ഗാലറി പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. അത് കാണാനാണ് തോന്നണം, കാണുന്ന ബിൽഡിങ്. ഇതൊക്കെ വീടുകളാണ് തോന്നണം. റോസാപ്പൂക്കളും ഒക്കെ ആയി, എന്ത് രസം. നല്ല റെഡ് പൂവ്, അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഒരു കൊമ്പ് കിട്ടി. ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ പല പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായത് അവിടുത്തെ ചെടികളും പൂക്കളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ആ ഒരു വീട്ടിൽ റോസാപ്പൂ കാണിച്ചത്. എന്ത് ഭംഗിയാണെന്ന് അറിഞ്ഞോ നേരിട്ട് കാണാൻ. ആ ചെടിയുണ്ട്, നല്ല രസം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റുകളാണെന്ന് തോന്നണം. ചെയറുകളൊക്കെ ഇട്ടേക്കണുണ്ടോ. പേരൊക്കെ വായിക്കാൻ പോലും പറ്റണില്ല. അതൊന്നും എന്താ അടച്ചിട്ടേക്കണേന്നപ്പോൾ. ഇതൊരു കൂട്ടിക്കിടക്കണ വീടാണ് കേട്ടോ, കാട് പിടിച്ച് കിടക്കണം. ഇതൊക്കെ കണ്ടില്ല, എല്ലാ മരങ്ങൾ വെച്ചിട്ട് തന്നെ ഇവിടുത്തെ വീടുകൾ. ഡെൽവെയർ വാട്ടർ ഗ്യാപ്പ്. ഇപ്പോൾ ഇതുണ്ടോ, ഇതാണ് നമ്മൾ വന്നേക്കണ സ്ഥലത്തിൻ്റെ പേര്. വേണ്ട പാത്തു, എന്താണ് ചെയ്യണ? വില ചൊറിയും. പിന്നെ വില കൈ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിൽ മാറ്റാൻ നിൽക്കണം.
വോക്ക് വേ കൂടി നടക്കാൻ നല്ല രസമുണ്ട്. വെയിലുണ്ടെങ്കിലും ഈ മരങ്ങൾ കാരണേ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷേ എങ്കിൽ ഈ മരങ്ങളൊക്കെ കാരണം നമുക്ക് വെയിലടിക്കണില്ല. ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ കുറേ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് മനുഷ്യനാകെ ആവശ്യതയാവും. എന്താണൊരു സൗണ്ട്? ഈ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇത് വലിയ കാട്ട വീട്, പക്ഷേ എങ്കിൽ ആൾപ്പാർപ്പില്ല, കാട് പിടിച്ച് കിടക്കണം. ഇത് കണ്ട, ആൾപ്പാർപ്പില്ലാത്ത വീട്. നല്ല ഭംഗിയുണ്ട് വീട് കാണാൻ. ഈ റൂട്ടിൽ ഒരുപാട് വീട്. നോക്കി, വീട് ആൾപ്പാർപ്പില്ലാത്തൊരു വീട്. ഇവിടെ വീടുകൾ എന്തൊട്ടത് പൈനാണെന്ന് തോന്നുന്നു. വീടുകളെ ഇതുവരെ ഇത് ആൾപ്പാർപ്പില്ലാത്ത വീട്, കാട് പിടിച്ചെടുക്കണം. ഇത് കാടല്ലേ, ചെടിയാണ്. ഇതിലാൾപ്പാർപ്പുണ്ട് കേട്ടോ. ഇതിലാൾ താമസമുണ്ട്. ഇത് കണ്ട പക്ഷെ കാട് പിടിച്ച മാതിരി ചെടികളൊക്കെ. നോക്കട്ടെ. അപ്പോൾ അതേ ആ കാണുന്നത് ഒരു റെസ്റ്റോറൻ്റ് കേട്ടോ. അപ്പോൾ നമുക്കിനി അവിടെ പോയി നോക്കാം അവിടെ എന്തൊക്കെയാണെന്നുള്ളതെന്ന്. അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻ്റാണത്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറം അവിടെ ആയിട്ട് ഇരിക്കാം നമുക്ക് വേണമെങ്കിൽ. അവിടെ പുറത്തൊക്കെ നമുക്ക് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ അകത്ത് കയറാനൊക്കെയാണ്. പിന്നെ അവർ 3 പേരും കയറി, ഇനി ഞാനും കൂടി കയറട്ടെ. എൻ്റെ പിന്നെ അതെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാട്ടാ. നമ്മൾ അത്രയും ദൂരം കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ എന്താ ഉള്ളേന്നാവോ? ഇതെങ്ങനെ തുറക്കത്? ഫ്രീ വൈഫൈ ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഇതേ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി വൈബാണ് ഇതിൻ്റെ അകത്ത്. എന്താ പറയുക, നല്ല വലിയൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അകത്തുള്ള ലൈറ്റുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലൈവ് മ്യൂസിക് അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫ്രീ വൈഫൈ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അത് സ്ഥിരം പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താ ഭാഗത്തും അത് ഉപ്പ് തിന്നാൻ പാടില്ല അധികം. അപ്പോൾ അതേ നമുക്ക് ഫസ്റ്റ് തന്നെ കോള കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടില്ല, ഇവിടെയൊക്കെ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിയുമ്പോൾ തന്നെ അവർ ഏത് ഡ്രിങ്കാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് കോള ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ കോളയാണ് കേട്ടോ സെലക്ട് ചെയ്യണത്. പിന്നെ അതിന് ശേഷം നമുക്ക് അവർ ഇങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് ഇതുമാതിരത്തെ സീസർ സാലഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി സാലഡായിരുന്നു കേട്ടോ. പിന്നെ ഇതുമാതിരി ഒരു ബണ്ണും ബട്ടറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. Shrimp platter. Okay, we have ketchup, cocktail sauce, and coleslaw. This is the chicken. And buffalo wings. And I'm here. Good. And then, do you like blue cheese or ranch? This is fine. That's fine? Can I get one more? Sure, yeah. Do you need anything else? No. അപ്പോൾ അതേ നമ്മളങ്ങനെ 2-3 ഡിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതലും ഇവിടെ സീ ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഫുഡുകളാണ് ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ കഴിക്കണ മോഡൽ റൈസ് ഐറ്റംസുകളൊന്നും ഈ റെസ്റ്റോറൻറ്റിൽ ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു സാലഡില്ലേ, അത് ഫ്രീ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്താണ് കേട്ടോ. ഞങ്ങളങ്ങനെ അതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. കുറച്ചൊക്കെ നല്ലായിരുന്നു ഫുഡ്, കുറച്ചൊക്കെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ്. ഇവർ വേറെ എന്തൊക്കെയോ ഓയിലൊക്കെ ഉണ്ടാക്കുക, അതുകൊണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ചിക്കൻ, ഫിഷ് അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുറത്തിറങ്ങാം, എന്നിട്ട് ഇനി ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ഏരിയാസൊക്കെ ഉണ്ട്. ഒരുപാട് ഷോ പീസുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടായിരുന്നു. പിന്നെ കൂടുതലൊന്നും നമുക്കിങ്ങനെ ആളുകളൊക്കെ ഇരിക്കണോണ്ട് തന്നെ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പോണ വഴിയിൽ മാത്രമാണ് ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതേ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ബുക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ചെന്നാലും നമുക്ക് കാണാൻ സാധിക്കും ഇതുമാതിരത്തെ ബുക്സുകൾ. അതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ.
കൂടുതലും ഈ ടൂറിസ്റ്റ് ഗൈഡുകൾ പിന്നെ ആ സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബുക്കുകളുള്ളത്. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വന്ന വഴി തന്നെയാണ് എങ്കിൽ പോലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ. പിന്നെ നമുക്കിത് കാണുമ്പോഴേ നമുക്കതിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പോകാൻ തോന്നും. അതുകൊണ്ടാട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കാണിക്കണത്. അപ്പോൾ നമ്മുടെ വണ്ടി ദൂരത്താണല്ലോ നമ്മൾ ഇട്ടേക്കണത്. അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് റെസ്റ്റോറൻറ്റുകൾ, കുഞ്ഞു കുഞ്ഞു വീടുകൾ ഇതൊക്കെയാണ്. ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മൾ ആകെ നടന്ന ആവശ്യമായി ഇവിടെ ഇരിക്കും കേട്ടോ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വാറൊക്കെ ഇങ്ങനെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. നടന്ന് ആകെ ഉപ്പാടിളകി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മ്യൂസിക് ഷോ ഒക്കെ ഉണ്ട്. കുറേ ആളുകളൊക്കെ അതിങ്ങനെ കണ്ടിരിപ്പുണ്ട്. ശരിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ആളുകളൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നു. ഓരോ ആളുകൾ അങ്ങോട്ടൊക്കെ പോകണം. എന്താണത്, പള്ളിയാണോ? ആ, ഒരു ക്രിസ്ത്യൻ പള്ളിയത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ പോയി, നല്ല അടിപൊളി പള്ളി. അപ്പോൾ നമ്മളങ്ങനെ നേരത്തെ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ മലകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. നമ്മൾ കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ റീൽസുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ കാണാൻ വന്നത് ഒരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ എന്താ പറയുക, വാട്ടർഫോൾസിൻ്റെ പേര് ഇത്തിരി ടഫാണ്. ബുഷ്കിൽ വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പറയണത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ എന്ത് ഭംഗിയാണെന്നോ കാണാനായിട്ട്. എന്താ പറയുക, പെൻസിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ ന്യൂ ജേഴ്സിയിലുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അടിപൊളി പ്ലേസാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇത് കണ്ടില്ല, റൈറ്റ് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുമാതിരത്തെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റുകൾ, പിന്നെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ടുകൾ, അതൊക്കെ നമ്മളിങ്ങനെ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ വണ്ടി നിർത്താനൊന്നും നിന്നില്ല. ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സമയം കളയാൻ പറ്റൂല. നമ്മൾ ഉദ്ദേശിച്ച വാട്ടർഫോൾസിൽ നമുക്ക് എത്തണമല്ലോ. ഇപ്പോൾ തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ ചെന്നാൽ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ നമ്മളങ്ങനെ ആ വാട്ടർഫോൾസിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ബുഷ്കിൽ വാട്ടർഫോൾസ് എന്നാണ് പേര്. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതൊരു വലിയൊരു കാടാണ് കേട്ടോ. അപ്പോൾ ഈ കാട് നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഇതിൻ്റെ അകത്ത് കയറാം. അതിൻ്റെ അകത്താണ് വാട്ടർഫോൾ ഉള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. നമ്മളങ്ങനെ ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ട് ഒരു സൈലൻ്റ് ഏരിയ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുമല്ലേ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ അരുവികളൊക്കെ. ഇവിടെ അതിപ്പോൾ പെൻസിലിലേക്ക് കടന്നു കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും ഇതുമാതിരത്തെ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക്, അതൊക്കെ നമുക്കിങ്ങനെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആ നേരത്തെ കണ്ട അരുവിയില്ല, അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു താറാവുകളൊക്കെ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. താറാവ് എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേരാ പറയുക, എനിക്കത് അറിയില്ല, അതുകൊണ്ടാട്ടോ ഞാൻ താറാവ് എന്ന് പറയണേ. പക്ഷേ എങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നപ്പോഴത്തേനും നേരം വൈകിട്ടോ, കറക്റ്റ് 5:30 ആയിട്ടുണ്ടായിരുന്നു. അവരത് 5 മണിക്ക് അത് ക്ലോസ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമായി പോയിട്ടോ. കാരണം നമ്മൾ ഈ ഒരു പ്ലേസിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടോ. അപ്പോൾ നമുക്കിത് കാണാൻ സാധിച്ചില്ല. കാരണം വെച്ചാൽ നമ്മൾ വരുന്ന വഴി കുറേ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ നിർത്തി വെറുതെ സമയം കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ അവർ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കയറ്റൂല. കാരണം വെച്ചാൽ ഇതൊരു കാടിൻ്റെ അകമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടൊന്നും അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുമല്ല ഇങ്ങനെ ഒരുപാട് ട്രെക്കിങ് പോലെ നടക്കാനൊക്കെ ഉണ്ട് കാടിൻ്റെ അകത്തേക്ക്. അപ്പോൾ അതൊക്കെ എന്തായാലും 1-2 മണിക്കൂർ എടുക്കും നമ്മൾ നടന്നെത്താനായിട്ട്. അപ്പോൾ അതൊക്കെ നടന്ന് തിരിച്ചു വരുമ്പോൾ ഒരുപാട് രാത്രിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടാതിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി പോയിട്ടാണ്. കാരണം നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ നല്ല അടിപൊളി ഇങ്ങനെ ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ അവിടെ വരാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും നടന്നില്ല. ഇനിയിപ്പോൾ വേറൊരു ദിവസം എന്തായാലും അത് കാണാൻ വേണ്ടിയിട്ട് വരണം. അല്ലെങ്കിൽ കാരണം വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പ്ലേസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നിർത്താം. കാരണം വെച്ചാൽ ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയിപ്പോൾ എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ അങ്ങനെയാണ്. ഒരു 5 മണി 5:30 ആയാൽ ഇങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് തുടങ്ങും.
അങ്ങനെ അതേ പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ അതേ ഒരു റിസോർട്ട് കണ്ടിട്ടോ. റിസോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി എന്നറിയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു തിക്കും തിരക്കൊക്കെ നമ്മൾ ആ റോഡ് സൈഡിൽ കണ്ടതുകൊണ്ടാട്ടോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറണത്. പക്ഷേ ഇവിടെയൊന്നും ആരെയൊന്നും കാണണ അങ്ങനെ ഇല്ല. പക്ഷെ അവിടെ വലിയ ബോർഡൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ചെല്ലുന്തോറും ആളുകളുടെ സൗണ്ടും പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കണൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ സംഭവം എന്ന് അറിയാലോ എന്ന് വിചാരിച്ച് നമ്മളവിടെ വണ്ടി നിർത്തിയേ. അപ്പോൾ അതേ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ വന്നേക്കാണ്. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല കേട്ടോ, പോയി നോക്കാം. ഇവിടെ കുറേ പേര് ഇരുന്ന് ഇങ്ങനെ ഗ്രില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കണ്ട്. അടിപൊളി ആംബിയൻസ്, നല്ല ഭംഗിയുള്ള സ്ഥലം, ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ ഉള്ളേന്നാവോ, പോയി നോക്കിയറിയാം. എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുക. Gonna be the best days of my life. And I wanna thank you. Give me the best days of my life. No, just to be with you. It's gonna be the best days of my life. And I wanna thank you. Give me the best days of my life. No, just to be with you. Gonna be the best days of my life. ഇവിടെ പാട്ടൊക്കെ വെച്ചാൽ കണ്ടില്ല, അത് കാരണം പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറേ പേരുണ്ട്, ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സും കുറേ ആളുകളുണ്ട് അതിൻ്റെ ഉള്ളിലിരിപ്പുണ്ട്. ഫുഡ് കഴിക്കൽ, മദ്യം കഴിക്കൽ, അതൊക്കെ. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ലൈവ് സോങ് ഒക്കെ ഉണ്ട്, അതിൻ്റെ പാട്ടാണ് ഞാനായിട്ട്. നല്ല രസമുണ്ട് പാട്ടൊക്കെ കേൾക്കാനായിട്ട്. ഞങ്ങൾ പിന്നെ കുറേ നേരം അതൊന്ന് കുറച്ച് നേരം നോക്കിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ ഇറങ്ങി. അപ്പോൾ അതേ പുറത്തിരിക്കുക. ഇവൻ്റെ അകത്ത് കുറേ സംഗതികളുണ്ടെന്ന് തോന്നണം ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. എത്രത്തോളം നടന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇപ്പം തന്നെ മണി 7:15 7:30 രാത്രി. കണ്ടാ, ഇരുട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരുവിധപ്പെട്ടതെല്ലാം ക്ലോസ് ചെയ്ത്. എന്നാലും പോയി നോക്കാം വല്ലതൊക്കെ ഉണ്ടോയെന്ന്. എന്തോ കുതിരയൊക്കെ പോകണുണ്ടായിരുന്നു, ചിലപ്പോൾ കുതിര സവാരിയൊക്കെ ഉണ്ടാവുമായിരിക്കും. മെയിനായിട്ടുള്ള സ്ഥലം ആ നേരത്തെ പോയ സ്ഥലമായിരുന്നു, അവിടെ കാണാൻ പറ്റിയില്ല, കാരണം ആകെ എന്തോ മാതിരി. അത് കാണാനാണ് മെയിനായിട്ട് ഞങ്ങൾ വന്നത്. പക്ഷേ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി ഇങ്ങനെ വന്നപ്പോഴേ ടൈം പോയി. അതെന്തോ 5 മണി 5:30 വരെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ആവും. അപ്പോൾ അങ്ങോട്ടൊന്നും അവർ കയറ്റി വിടണില്ല, നമ്മൾ ചെന്നിട്ട് അവർ കയറ്റി വിട്ടില്ല. ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കലും വരാം, അവിടെ മാത്രമായിട്ട് തന്നെ. അത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാൻ പറ്റിയ, അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷെ അതെന്തായാലും മിസ്സായി. പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ, പിന്നെ ഒരു ദിവസം വരാം. ഭയങ്കരമായിട്ട് പുക, അവരവിടെ ആളുകളിങ്ങനെ പുകയൊക്കെ ഇട്ടേക്കണാറിനെ, ഭയങ്കര പുക. പിന്നെ വല്ല ഗ്രില്ലൊക്കെ ചെയ്യണ്ടാവും ആളുകൾ, അതിൻ്റെയൊക്കെ പുകയുണ്ടാവും. ഇനി നമുക്ക് നടക്കാം, അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അവിടെ മാറിക്കൊടുക്കുക ചേച്ചി, ഫുഡും കൊണ്ട് പോട്ടെ. എന്താ ഫുഡ് കഴിക്കാനായിട്ട് അടിപൊളി ഫുഡ്, നല്ല മണം ഫുഡിന്. എല്ലാവരും ഓർഡർ ചെയ്ത ഫുഡുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. അതേ ഇവിടെയും ഉണ്ട് ലൈവ് മ്യൂസിക്, ചിലപ്പോൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡാണ്. പിന്നെ അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, മദ്യം, ലൈവ് മ്യൂസിക്, ഇതൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഒരു വൈകിട്ട് സമയമാകുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കണം. അടിപൊളി വൈബായിരുന്നു കേട്ടോ. അടിപൊളി പൂ, എന്ത് വലിപ്പൂണ് നോക്ക്, പിങ്ക് കളറില, റോസല്ല, വേറെ എന്തൊരു പൂവ്. നല്ല രസം. അതെന്താണെന്നാവോ ഇത്രയും വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ട പെൺകുട്ടികളൊക്കെ ഉണ്ടോ,
നല്ല ഭംഗിയുണ്ട് കാണാൻ. Their home. കണ്ടോ? ഹായ്, അടിപൊളി. അവിടേക്ക് ഇനി എന്താണാവോ? നേരത്തെ അവിടെയാണ് കുതിര പോണേണ്ടത്, കുതിര സവാരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇതൊരു റിസോർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഫംഗ്ഷനുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് പെൺകുട്ടികൾ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടേക്കണത്. പിന്നെ ഇത് കണ്ടില്ലേ, ചെറിയൊരു ലേക്ക് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെയൊക്കെ ടൈമൊക്കെ കഴിഞ്ഞു പോയി. ആളുകൾ ഒരുപാട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ് അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ അകത്ത് കുറേ ഹോട്ടൽസുകൾ, റിസോർട്ടുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഗസ്റ്റിനാണ് കൂടുതലും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് എന്നോർക്കും ഒക്കെ ചെയ്യാം. പക്ഷേ എങ്കിൽ ഒക്കെ ഇപ്പോൾ ക്ലോസ്. ഇപ്പോൾ ഒരുപാട് ടൈമായില്ലേ, 7:30 രാത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 മണിക്കൂർ എടുക്കുമല്ലോ നമ്മുടെ വീടെത്താനായിട്ട്. പിന്നെ ഇപ്പോൾ ഇനി വെറുതെ ചുറ്റിത്തിരിഞ്ഞ് സമയം കളയണ്ടല്ലോ. അപ്പോൾ അതേ പിള്ളേർ നോക്കി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ബാക്കിൽ. കാണാൻ പറ്റുമെന്നറിയില്ല. ഇത് കണ്ട, അവർ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആളുകളൊക്കെ ഓരോരുത്തരായിട്ട് പോയി തുടങ്ങി. ഇപ്പോൾ എൻ്റെ ബാക്കിൽ ഉള്ളവരൊക്കെ കണ്ട ഇങ്ങനെ പോയി തുടങ്ങി. ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ, ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചിലവർ ഫുഡ് കഴിക്കുന്നു, തീ കായുന്നു, വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരുപാട്. നമുക്ക് പിന്നെ അങ്ങനെ ഇരുന്ന് വെറുതെ സമയം കളയാനുള്ള നേരമില്ല, തിരിച്ചു പോകാനുള്ളതല്ലേ. ഇവരൊക്കെ ചിലപ്പോൾ ഇവിടെ താമസിക്കണവരൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇരുന്ന് സമയം കളയണത്. അപ്പോൾ അതേ എൻ്റെ ബാക്കിൽ ഇതേ അറ്റത്തായിട്ട് ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ റിസോർട്ടാണ്. അവിടെ ആളുകളൊക്കെ വന്നിരുന്ന് വട്ടം കൂടി വർത്താനം പറഞ്ഞിരിക്കണുണ്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ആളുകൾ ഇവിടെ താമസിക്കണവർ ഇവിടെയൊക്കെ നടപ്പുണ്ട് കേട്ടോ. അവർക്ക് പിന്നെ ഇപ്പോൾ ധൃതിയില്ലല്ലോ. ഇതുണ്ടോ, ഇത്രയും വണ്ടികളാണ് ഇവിടെ. ഉണ്ടോ, ഇത് ആ കാണുന്നതാണ് ഞാൻ നേരത്തെ കാണിച്ച റിസോർട്ട്. അവിടെ ആളുകൾ വട്ടം കൂടി നിൽക്കണുണ്ടോ. കിഡ്സ് ഏരിയ, അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇതിൻ്റെ അകത്ത്. പല ആക്ടിവിറ്റീസും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ കണ്ട എന്തൊക്കെയോ കുറേ ഗെയിംസിൻ്റെയും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. രാത്രി 7:30 കണ്ടാൽ പറയൂല അല്ലേ. ഇവിടെ ഒരു 9 മണിയൊക്കെ ആവും ഇരുട്ടണമെന്നുണ്ടെങ്കിൽ. അതാരണം പിന്നെ ആളുകൾക്ക് ഇറങ്ങി നടക്കാം, ഇരുട്ടാവില്ലല്ലോ. ഇതിൽ അവിടെ കണ്ട അറ്റത്തൊക്കെ ആളുകളിരുന്ന് തീ കായുകയാണ്. അയ്യോ, നല്ല ഭംഗിയുണ്ടല്ലേ കാറ് കാണാൻ. ബ്ലാക്ക് കളറിലെ കാറ്, അടിപൊളി. അതേ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം ഇതാണ് കേട്ടോ. ഉണ്ട് ആളുകൾ കൂടി നേരത്തേലും. എവിടെ ഇരുന്ന് ഓരോ ഗെയിമുകളൊക്കെ കളിക്കണുണ്ടോ. കണ്ട എന്തോ എറിഞ്ഞ് അങ്ങനെ അതേ എറിഞ്ഞ് കളിക്കണം. പാട്ടൊക്കെ തുടങ്ങി. ആ, ഇപ്പോൾ ഇവിടെ പാട്ട് തുടങ്ങി. Dream that you dreamed of once in love, lullaby. Somewhere over the rainbow, bluebirds fly. Dream that you dreamed of, dreams really do come true. Someday I wish so
അപ്പോൾ അതേ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി വൈബായിരുന്നേ അവിടെ. കാരണം വെച്ചാൽ അമേരിക്കക്കാർ സാറ്റർഡേ സൺഡേ ഒക്കെ അവരങ്ങനെയാണ് കേട്ടോ എൻജോയ് ചെയ്യണ. നല്ല അടിപൊളി ഫുഡ്, മദ്യം, അതൊക്കെയാണ് അവരുടെ പ്രധാന ഇത്. മദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങനെ കുടിച്ച് അങ്ങനെയൊന്നുമല്ല, വളരെ മിതമായ രീതിയിൽ അങ്ങനെയാണ് കേട്ടോ അവരൊക്കെ കഴിക്കാറ്. എന്തായാലും നല്ല ഒരു അടിപൊളി വൈബ് തന്നെയായിരുന്നു. നല്ല പാട്ടൊക്കെ വെച്ച് ലൈവ് മ്യൂസിക്, ഡാൻസ്, അങ്ങനെയൊക്കെയാണ്. ഫാമിലി ആയിട്ട് കുട്ടികൾ, മുതിർന്നവർ എല്ലാവരും കൂടിയാണ് കേട്ടോ അവരൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യണം. നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും കാണാനായിട്ട്. നമുക്ക് പിന്നെ അങ്ങനെ ഒരുപാട് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ 2-2.5 മണിക്കൂറുണ്ട് കേട്ടോ നമുക്കിനി വീട്ടിലെത്താനായിട്ട്. അപ്പോൾ തിരിച്ചുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹൈവേയിലൂടെയാണ് വരുന്നത്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഈ പെൻസിലിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഹൈവേയിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പല മലനിരകളും ഇങ്ങനെ കാടുകളും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പെൻസിലിലേക്കുള്ള യാത്ര ഒരു അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റി. അതുപോലെ തന്നെ വണ്ടിയിലിരുന്നാണെങ്കിലും നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചായിരുന്നേ. അപ്പോൾ ഞാൻ ഉള്ളത് ന്യൂജേഴ്സിയിൽ ഹിൽസ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് എവിടെയാണ് പ്ലേസ് എന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ന്യൂജേഴ്സിയിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പെൻസിലിൽ ഒന്ന് പോവാട്ടോ, അടിപൊളി പ്ലേസാണ്. പെൻസിലിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാൻ പോകാം. അപ്പോൾ ഇന്നത്തെ ഈ പെൻസിലിലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് കൊടുക്കണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.